എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തില് വേദ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വിക്രം പറഞ്ഞു, വേദ ഒരു മിനിറ്റ് എന്ന് പറയണം. ഇത് കേട്ടോണ്ട് വേദ അങ്ങ് തിരിഞ്ഞു നിന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ. എന്താ വിക്രം, എന്താ കാര്യം എന്ന് ചോദിക്കാം. അത് പിന്നെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറയണേ. എന്തിന്? അല്ല, എന്റെ അച്ഛൻ വരെ എന്നെ മോഷ്ടാവെന്ന് വിളിച്ച സമയത്തും വേദ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിരുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വേദ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അതിനാ നന്ദി പറയണേ. ഇത് കേട്ടും വേദ പറഞ്ഞു, ഓ അതാണോ കാര്യം? അതിനകത്ത് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയായിരുന്നു വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന്. മോഷ്ടിക്കാനായിരുന്നെങ്കിൽ വിക്രം മുമ്പ് ആ 10 ലക്ഷം രൂപ എടുത്തോണ്ട് പോകണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് വേദ പറഞ്ഞു, അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. അവളെ തിരികെ തരുകയൊന്നും ചെയ്തല്ലോ. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നതിനോട് എനിക്കും ഭയങ്കര താല്പര്യമുള്ള ആളാണ് ഞാൻ. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എനിക്കും താല്പര്യമുണ്ടെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം അവളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. പിന്നീട് വിക്രം പറഞ്ഞു, അതെ നമുക്കിനി ഫ്രണ്ട്സായിട്ട് കഴിയാന്ന് പറയാം. നീ എൻ്റെ നല്ല ഫ്രണ്ട് മാത്രമായിരിക്കും എന്ന് പറയാം. അങ്ങനെ വിക്രം വേദയ്ക്ക് കൈ കൊടുക്കണം. തിരിച്ച് വേദയും കൈ കൊടുത്തു. പിന്നീട് വിക്രം പറഞ്ഞു, അതെ എനിക്ക് മുമ്പ് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന 8ാം ക്ലാസ്സിൽ വെച്ച് അവളൊരു ദിവസം എനിക്ക് എൻ്റെ പിറന്നാളിന് സമ്മാനമായിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ, ഒരു രേഷ്മ ശശി. പക്ഷേങ്കിൽ പിന്നീട് ഞാൻ കേൾക്കുന്ന അവളുടെ മരണവാർത്തയാ. ഒരു ലോറി ഇടിച്ച് അവൾ മരിച്ചെന്ന് പറയണം. ഇത് കേട്ട് ഞാൻ വേദ വെച്ചു, എന്നിട്ട് എന്തായി തീർന്നു? അതോട് കൂടിയിട്ട് എനിക്ക് ആ പാടാൻ മാനസിക ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് കുറച്ചാളെ ശേഷം +2 ഞാൻ പഠിക്കാൻ പോണ സമയത്ത് അതുപോലെ എനിക്ക് ബിന്ദുകൃഷ്ണ ഉണ്ടായിരുന്നു. ബിന്ദുകൃഷ്ണ ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷെ കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ട്രാക്ടർ അടിച്ച് അവളും മരിച്ചു പോയെന്ന് പറയാം. ഇത് കേട്ടതും വേദയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആര്യ ഉണ്ടായിരുന്നു. ഓ, അപ്പൊ ആര്യയും ലോറി അടിച്ചാണോ മരിച്ചതെന്ന് ചോദിക്കും. ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. അത് ഒരു ദുരന്തമായിരുന്നു പറയാ. ഓഹോ, അപ്പൊ ഇങ്ങനെ ദുരന്തങ്ങൾ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക അല്ലേന്ന് ചോദിക്കണം. അതെ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. വേദ എന്റെ ജീവിതത്തിൽ നിന്ന് പോകണം. വേദയ്ക്കും ആ ദുരന്തമായിരിക്കും വരാൻ പോണേ. ഓ, അങ്ങനെയുള്ള ദുരന്തമായിരിക്കും എനിക്കും വരാൻ പോകുന്നല്ലേ. അനിയിപ്പൊ എന്ത് ചെയ്യണം? വേദ ജീവനം കൊണ്ട് പോയിക്കോ. ഇവിടെ നിന്നാ വേദന ചിലപ്പോൾ മരിച്ചു പോകത്തുള്ളൂ. വേദയോടുള്ള ഇഷ്ടം കൊണ്ട് പറയണം. എനിക്ക് വേദന അത്രയ്ക്ക് ഇഷ്ടമാണ്. വേദയ്ക്ക് ഒരു ദുരന്തം സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വേദ എൻ്റെ കൂടെ നിൽക്കണ്ട. വേദ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയാം. അല്ല, അത് പിന്നെ ഞാന് കൊണ്ടേയാക്കണോ? ഇപ്പൊ ഈ നിമിഷം തന്നെ ഞാൻ വേദന വീട്ടിൽ കൊണ്ടേയാക്കാന്ന് പറയാം. പോണെന്ന് തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നേ. പക്ഷെ ഒരു കാര്യമുണ്ട് വിക്രം, ഞാൻ ഇവിടെ വന്ന സമയത്തുണ്ടല്ലോ എന്തൊക്കെയോ ഒച്ചപ്പാടും ബേളം കേൾക്കുന്നുണ്ടായിരുന്നു. ഒച്ചപ്പാടോ? എവിടുന്ന്? ഈ വീട്ടിനകത്തൊന്ന് കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെയൊക്കെ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോഴേ 3 പേര് എൻ്റെ അടുത്തേക്ക് വന്നു പറയണം. 3 പേരോ? അതാരാ? അല്ല, മരിച്ചുപോയ പെൺകുട്ടികളില്ലേ, അവരെന്റെ അടുത്തേക്ക് വന്ന് എന്താ പറഞ്ഞറിയാവോ? വിക്രത്തെ നോക്കണം, പാവാണ് അവന്, ഒരു കാരണവശാലും അവനെ ഉപേക്ഷിച്ച് പോവല്ലെന്ന്. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതായിപ്പോയി. ഇപ്പോഴല്ലേ സത്യാവസ്ഥയൊക്കെ ബോധ്യപ്പെട്ടെ. അപ്പൊ ആ സത്യമായിട്ടുള്ള കാര്യമായിരുന്നില്ലേ. അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പൊ പോകാൻ പറ്റില്ല. വിക്രത്തിനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ പിന്തുടർന്ന് വരും. ജീവിച്ചിരിക്കുന്നവർക്ക് വാക്ക് കൊടുക്കുന്ന പോലെയല്ല മരിച്ചവർക്ക്. കാരണം മരിച്ചവർക്ക് വാക്ക് കൊടുത്ത് നമുക്കത് പാലിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണം വിക്രം? എനിക്ക് അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയണം. ആ ദുരന്തം ഏറ്റുവാങ്ങാനായിട്ട് എനിക്ക് സമ്മതമാന്ന് പറയണം. ഇത് കേട്ടതും വിക്രത്തിന് മനസ്സിലായി ഇവള് തനിക്കിട്ട് നൈസായിട്ട് പണി തന്നെന്ന്. അവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. വേദ ഇതും പറഞ്ഞങ്ങ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ വിക്രം ആ വാട്ടർ ബോട്ടിൽ എടുത്ത് അവളെ എറിയാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് വേദ തിരിഞ്ഞു നോക്കി. എന്താ വിക്രം? ഒന്നുമില്ല, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ പോയതാന്ന് പറയണം. ആയിക്കോട്ടെ, ഇങ്ങനെ പോയാ കുറെ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. അങ്ങനെ ചിരിയോടെ ഇറങ്ങി ചെന്നീമ്പത്തിനും ശ്രീജ തുണി മടക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. എന്ത് പറ്റി? മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. വിക്രമായിട്ട് കൂട്ടായെന്ന് തോന്നല്ലോ. ഇത് കേട്ടതും വേദ ചോദിച്ചു, അങ്ങനെ കൂട്ടാവുന്ന ശ്രീജയടത്തിക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. അല്ല, അവന്റെ സ്വഭാവം. പിന്നെ ആ പരുക്കന്റെ അടുത്ത് പരുക്കനൊന്നും അല്ല വേദേ, അവൻ പാവം. അവൻ ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്. മുമ്പ് ഇവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവൻ പാവമായിരുന്നു. അവന്റെ ഈ പരുക്ക് സ്വഭാവങ്ങളെല്ലാം പിന്നീട് അവൻ ഉണ്ടാക്കിയെടുത്താന്ന് പറയണം. അല്ല ശ്രീജാടത്തി, കുറെ കാലോടെ ഞാൻ ചോദിക്കണമെന്ന് ആലോചിച്ചാ മുമ്പ് ചോദിച്ചപ്പോഴും അമ്മ വിലക്കി. എന്താ വിക്രത്തിന് എന്താ പറ്റിയത്? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. ഒരു പക്ഷെ വിക്രത്തിനെ എനിക്ക് നന്നാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല കാര്യം. ഈ സമയം ജനലിന്റെ അടുത്ത് കമല വരുവാണ്. കമല കേട്ട് ഇവരുന്ന് സംസാരിക്കുന്നേ. ആ സമയം ശ്രീജ പറഞ്ഞു, അത് പിന്നെ എനിക്ക് പറയാൻ പറ്റുമോന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ ഇവിടെ പിന്നെ പ്രശ്നമാവെന്ന് പറയാം. ഇത് കേട്ടതും വേദ പറഞ്ഞു, അങ്ങനെ പറയില്ല ശ്രീജാടത്തി. എന്ത് രഹസ്യങ്ങളുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ. അങ്ങനെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവണേ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞു കൂടെയെന്ന് ചോദിക്കാം. അത് പിന്നെ എന്ന് വെച്ചാല് അപ്പോഴേക്കും അകത്തുനിന്ന് കമല വിളിക്കുക.
ശ്രീജ എന്ന് ഒറ്റ വിളി. അപ്പോഴേക്കും ശ്രീജ പെട്ടെന്ന് അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് തുണി എടുത്തോണ്ട് പോവാണ്. എന്തോ ഒരു വലിയ കാര്യമുണ്ട്, അതുകൊണ്ടാ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എല്ലാവരും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് വേദ മനസ്സിൽ കണക്കൂട്ടുവാണ്. പിന്നീട് രാധ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും രാധയുടെ അമ്മ വിളിച്ചോണ്ട് പോവാണ്. എടി ഇങ്ങോട്ട് വന്നേ, ഇങ്ങനെ ഓടി കയറി ചെല്ലല്ലെന്ന് പറയണം. അതെന്താ, എന്റെ വീട്ടിലേക്ക് കയറാൻ എന്താ ആന അമ്പാര്യം വേണമെന്ന് നിൽക്കാം. കുറച്ചു പേര് അവിടെ വന്നിട്ടുണ്ട്, അതിനിപ്പോ എന്താ അവരോട് വരട്ടെ. അതൊന്നും അല്ല, നിന്നെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണേ. എന്നെ കാണാനോ? നിങ്ങോട് വന്നേന്ന് പറഞ്ഞ നിങ്ങൾ വിളിച്ചോണ്ട് കയറിക്കൊണ്ട് ചെല്ലുവാണ്. ആഹാ, ഇതൊക്കെ 2-3 പേരുണ്ടല്ലോ എന്ന് രാധ പറയണം. നീ ഇങ്ങോട്ട് വാന്ന് പറയണം. അങ്ങനെ അപ്പത്തേനും അവിടെ നിന്ന് ഒരു സ്ത്രീ ചോദിച്ചു, അല്ല ഇതാണോ പെൺകുട്ടിന്ന് ചോദിക്കാം. ഇതാ എന്റെ മോള്, ഓട്ടോ ഓടിക്കുവാണോന്ന് ചോദിക്കണം. ഓട്ടോ ഓടിക്കും, എനിക്ക് കാർ ഓടിക്കാനും അറിയാം, പക്ഷെ ഇപ്പൊ ഓട്ടോ ഓടിക്കണമെന്നൊക്കെ വേദല്ല രാധ പറയണം. പെട്ടെന്ന് രാധയുടെ കൈ പിടിച്ചോണ്ട് അവളുടെ അമ്മ അകത്തേക്ക് അങ്ങോട്ട് പോട്ടെ. നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞോണ്ട്. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കണം. ഒരു നല്ല ചുരിദാർ എടുത്തോണ്ട് കൊടുക്കണം. നീ ഇത് ഇട്ടോണ്ട് അവളുടെ മുന്നിലേക്ക് പോയി നിൽക്കാൻ പറയണം. എന്തിന്? ഞാൻ ഇതിന് അവളുടെ മുന്നിലേക്ക് ഇത് ഇട്ടോണ്ട് പോയി നിൽക്കണേന്ന് ചോദിക്കാം. എന്റെ മോളെ, അവര് കാപ്പ് കുടിക്കാൻ വന്നെന്ന് പറയണം. കാപ്പ് കുടിക്കാനാ? കാപ്പ് കുടിച്ചിട്ട് പോട്ടെ, അതിനെന്താ കുഴപ്പമിരിക്കുന്നത്? അതല്ല മോളെ, നിന്നെ കാണാനും കൂടെ ആയിട്ടോ. ഓ അങ്ങനെ. എന്നിട്ട് അമ്മയാണോ ചായ കൊണ്ടേ കൊടുത്തേന്ന് നിൽക്കും. അതെ. ആഹാ, ഞാനല്ലായിരുന്നു ഇതൊക്കെ ചെയ്യണ്ടേ? അത് പിന്നെ നീ വരാനായിട്ട് 1 മണിക്കൂർ ലേറ്റ് ആയി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം. സാരില്ല, എന്നാ അത് പോട്ടെ. അല്ല ഇപ്പൊ എന്താ അമ്മയുടെ പ്രശ്നം? അത് പിന്നെ മോളങ്ങോട്ട് ചെന്ന് നിന്നാ മതി. ഓ, അത് ഈ ഡ്രസ്സിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോം എനിക്ക് മതിയെന്ന് പറയണം. മോളെ നീ എന്തൊക്കെയാ പറയണേ? അമ്മ ഇങ്ങോട്ട് വാ, ഞാൻ അവിടെ മുന്നിലേക്ക് ചെല്ലാന്ന് പറയണം. പിന്നീട് രാധ അങ്ങോട്ട് ചെന്നു. രാധയെ കണ്ടു കഴിഞ്ഞപ്പത്തിന് അവര് മൊത്തത്തിലൊന്ന് നോക്കി. പിന്നീട് രാധ പയ്യനോട് ചോദിച്ചു, അല്ല ഇത് എത്രാമത്തെ കാപ്പൂടിയാന്ന് ചോദിക്കണം. ഇത് കേട്ടതും പയ്യനൊന്ന് നോക്കി. പിന്നീട് പറഞ്ഞു 32ാമത്തെ. ആഹാ, കൊള്ളാലോ. അപ്പൊ 32 കാപ്പൂടി നടത്തിയിട്ടുണ്ട്, എന്നിട്ട് അത് ഒന്നിനായിട്ട് ശരിയായില്ലല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും പയ്യന്റെ അച്ഛൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവൻ ഏത് വീട്ടിൽ ചെന്നാലും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും ആ പെൺകൊച്ചിന്. പക്ഷെ ഇവിടെ വന്നിട്ട് മാത്രമാന്ന് പറയണം. ഇത് കേട്ടപ്പോ രാധ ചോദിച്ചു, ഇവിടെ വന്നിട്ട് എന്ത് പറ്റി? കുറ്റങ്ങളൊന്നും കണ്ടുപിടിച്ചില്ലേ? അവൻ പറഞ്ഞില്ല, എനിക്കിഷ്ടമായെന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ എന്ന് പറയണം. ഇത് കേട്ടപ്പം രാധ പറഞ്ഞു, എന്താണെങ്കിലും സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. പിന്നീട് അവര് പരസ്പരം നോക്കുകയാണ്. പയ്യന്റെ അമ്മയും അച്ഛനും കൂടെ പരസ്പരം നോക്കുകയാണ്. ഈ സമയം രാധ പറഞ്ഞു, പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാവോ? എനിക്ക് ഈ കാപ്പുടിയോട് അത്ര താല്പര്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഇവിടെ കുറെ ലഡു ജിലേബിയൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നില്ലേ, അതൊക്കെ വാരി പൊതിഞ്ഞിട്ട് വിട്ടു. അധികം താമസിക്കാതെ പോവുകയാണെങ്കിൽ 33ാമത്തെ കാപ്പുടിയും കൂടെ നടത്താന്ന് പറയണം. ഇത് കേട്ടത് അവര് ചോദിച്ചു, നിങ്ങളെന്താ അപമാനിക്കുകയാണോന്ന് ചോദിക്കണം. അപമാനിച്ചല്ല, ഉള്ള കാര്യം പറഞ്ഞ എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറയണം. അങ്ങനെ അവരെ അവിടെ നിന്ന് ഇറക്കി വിടുവാണ്. ഈ സമയത്ത് രാധയുടെ അമ്മയ്ക്ക് സഹിച്ചില്ല. രാധയുടെ അമ്മ അവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, എന്ത് പടിയാണ് നീ കാണിച്ചതെന്ന് ചോദിക്കാം. നല്ലൊരു ആലോചനയായിരുന്നു, നല്ലൊരു ബന്ധം നീ നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയണം. നീ ഗുണം പിടിക്കത്തില്ലേ എന്ന് പറയണം. അമ്മ എന്തിനാ ഇപ്പൊ ഇതിനെ ആലോചിക്കുന്നേ? അവർക്ക് വേണ്ടത് പെണ്ണായിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അടിമയെ പോലെ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്കുള്ള സമ്പാദിച്ചോടെ തരുന്നില്ലേ, പിന്നെ എന്തിനാമ്മ എന്നെ കെട്ടിച്ചു വിടുന്നേ? ഞാൻ കുറച്ചാലും കൂടെ ഇങ്ങനെ നിന്നോട്ടെ എന്ന് പറയാം. എനിക്കറിയാടി നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് അറിയാലോ. ഇപ്പോഴും എന്റെ മനസ്സിൽ വിക്രം തന്നെയാ. വിക്രം ഞാൻ തമ്മിലുള്ള ജീവിതം, അല്ലാതെ വേറൊരു പുരുഷൻ എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല. വെറുതെ എനിക്ക് വേണ്ട ആലോചിക്കേണ്ടെന്ന് പറയണം. എടി, നീ ആ മനുഷ്യനെ കണ്ടോ, നിന്റെ അച്ഛനെ? ഇന്നത്തെ ദിവസം തുള്ളി പോലും മദ്യപിക്കാതിരിക്കുക നിനക്ക് വേണ്ടിയിട്ട്. ഓ, അത്രയ്ക്ക് വലിയ ത്യാഗമൊക്കെ എന്റെ അച്ഛൻ ചെയ്താരും ചോദിക്കും. അതെ, എന്നിട്ട് പോലും ആ മനുഷ്യനെ നീ നാണം കെടുത്തിയില്ലേന്ന് ചോദിക്കുക. എങ്ങനെ ഞാനിങ്ങനെ നാണം കെടുത്തിയത്? എനിക്കിഷ്ടമില്ലാത്ത ബന്ധം വേണ്ടെന്ന് പറഞ്ഞു, അതിപ്പോ നാണക്കേടാണെന്ന് ചോദിക്കാം. നിനക്കിത് പറയാം കണ്ടോ, ഇങ്ങനെ പോവുകയാണെങ്കിൽ നിന്റെ തീരുമാനം ഇതാണെങ്കിൽ ഞാൻ മണ്ണെണ്ണ വെച്ച് തീ കൊളുത്തി കത്തിക്കുമെന്ന് പറയണം. വേണം, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാനേ തീപ്പെട്ടി എടുത്തോണ്ട് തരാം. എപ്പോഴാ മണ്ണെണ്ണ ഒഴിക്കണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തീപ്പെട്ടി എടുത്തുകൊണ്ട് തരാമെന്ന് പറയണം. ഇതോടെ കിട്ടുമ്പോൾ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാലതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി വിക്രത്തിന് വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. വേദയുടെ കാര്യം ഓർത്തിട്ട് അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ നോക്കിയിട്ട് അവൾ വീട്ടിലേക്കോട്ട് പോകുന്നുമില്ല. പിന്നീട് വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, ഞാനൊരു കാര്യം തീരുമാനിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഇതിലായിട്ട് നമ്മൾ മറുവീട് കാണാൻ പോയിട്ടില്ല. വീട് കാണാൻ പോണ്ടേ, വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണ്ടെന്ന് നിൽക്കുക. അത് വേണോ അമ്മേ? ഇവിടെ ആരും അംഗീകരിച്ചിട്ട് പോലും ഇല്ലാന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ മോള് താമസിക്കുന്ന വീടല്ലേ, അവളുടെ ആവശ്യത്തിനുള്ളതൊക്കെ നമ്മൾ കൊണ്ടേ കൊടുക്കണ്ടെന്ന് നിൽക്കാം. വേണ്ടമ്മേ, അത് ശരിയാകത്തില്ല എന്ന് പറയാം. നിനക്ക് വേണ്ട, ഞാൻ പോയിക്കൊള്ളാന്ന് പറയണം. എന്നാ ശരി, ഞാനും വരാന്ന് പറയണം. പക്ഷെ പൈസക്ക് എന്ത് ചെയ്യും? പൈസ എന്റെ അക്കൗണ്ടിൽ നിർത്താം, ഏട്ടൻ അറിയില്ലെന്ന് ചോദിക്കണം. ഒരു കാര്യം ചെയ്യാം, അതിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ മുടക്കിക്കോളാം, നീ ഒന്ന് വന്നാൽ മതി. വേണ്ട ലിസ്റ്റുകൾ എന്താന്ന് വെച്ചാൽ എഴുതിക്കോളാം പറയാണ്.
പിന്നീട് വിക്രം നേരെ ശ്രീനിവാസ് സാറിനെ കാണാൻ വരുവാണ്. അങ്ങനെ ശ്രീനിവാസ് സാർ ഒരു ഗ്ലാസ് ചായ കൊണ്ട് വിക്രത്തിന് കൊടുക്കുകയാണ്. പിന്നീട് ചോദിച്ചു, ആ രാധേവായിട്ട് എങ്ങനെയാന്ന് ചോദിക്കുകയാണ്. അവളെന്റെ നല്ല ഫ്രണ്ട് മാത്രമാ സാറേ എന്ന് പറയും. പക്ഷെ അവൾക്ക് അങ്ങനെയല്ലോ, അവൾ ഇപ്പോഴും നിന്നെ മനസ്സിലിട്ടോടെ നടക്കുമല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അത് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെ പറയരുത്, അവളുടെ ഓട്ടോയ്ക്ക് പോലും നിന്റെ പേരിട്ട് കഴിഞ്ഞപ്പോ നീ അത് കണ്ടില്ലായിരുന്നു ചോദിക്കുക. എന്റെ സാറേ, അത് ഞാൻ അപ്പോഴേ പറഞ്ഞു അവളോട്. അവൾ അതും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവൾ ഓരോന്നിങ്ങനെ പെരുമാറും. അപ്പോഴൊക്കെ ഞാൻ അവളെ പറഞ്ഞ് തിരുത്തി കൊടുക്കാറുണ്ട്. അല്ലാതെ അതിനേക്കാൾ ഉപരി എനിക്ക് അവളോടൊരു സ്നേഹബന്ധമോ ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ട ശ്രീനിവാസ് സാറ് പറഞ്ഞു, വിക്രം നിനക്കറിയത്തില്ലാത്തോണ്ടാ. നീ ചിലപ്പം ഇഷ്ടങ്ങൾ അവളോട് പറയുന്നില്ലായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവളുടെ ഉള്ളില് നിന്നോടുള്ള ഇഷ്ടമുണ്ട്. കാര്യം എന്താണെന്നറിയാവോ? പെണ്ണുങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവര് മനസ്സിൽ കൊണ്ടുകൊടുക്കുക ആരോടും പറയില്ല. പക്ഷെ ആണുങ്ങൾക്ക് ഒരാളുടെ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ എല്ലാവരും വിളിച്ചു കൂവിക്കൊണ്ട് നടക്കും. പക്ഷെ നീ അത് ചിന്തിച്ചില്ലല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും വിക്രം ചോദിച്ചു, ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. അതെ, രാധാൻ ഇനി മാറ്റിയെടുക്കണ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. നീയും വേദയും തമ്മിൽ ഇഷ്ടത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഒന്നിച്ച് ജീവിക്കാന്നുള്ള ചിന്ത അവളുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇനിയിപ്പോൾ അവൾക്കൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയണം. അല്ലെങ്കിൽ നിന്നെ മാത്രം മനസ്സിലിട്ട് അവള് നടക്കൂന്ന് പറയാ. ഇത് കേട്ടത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ വിക്രം ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.